ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ സിഗ്മ ഗോകുലം സ്കോ കരിയർ ഹബ് സീരീസ്. സോ ഇന്ന് ഞങ്ങൾ നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു നവരത്ന കമ്പനിയിലെ ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ഇവിടെ ഞാൻ ആദ്യം പറയാം, ജോബ് വേക്കൻസീസ് ആർ ലെസ്, ബട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. സെയിം ഗേറ്റ് സിലബസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിക്കലും ഇത് നിങ്ങൾക്ക് ഓരോരോ കമ്പനികളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, നേരെ മറിച്ച് ഗേറ്റ് പോലത്തെ ഒരു വലിയൊരു എക്സാമിന് വേണ്ടി 10 മാസം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഇതൊരു ഹോപ്പാണ്. യു ഹാവ് മെനി മോർ കമ്പനീസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, യു ഹാവ് മെനി മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഓരോ ഓപ്പർച്യൂണിറ്റി എത്തിക്കലാണ് ഞങ്ങളുടെ എയിം അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം. ആൻഡ് വി ആർ ഡൂയിങ് ദാറ്റ്. അതുകൊണ്ട് ഇത് നമ്പർ കുറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ ആരും ഇതാവേണ്ട, എല്ലാ ആളുകളും അപ്ലൈ ചെയ്യുക. ദിസ് ഈസ് എൻ എക്സ്പീരിയൻസ്. ഗോ ഗിവ് ഇറ്റ്. ഈവൻ മെക്കാനിക്കലൊക്കെ ഇവിടെ 2 വേക്കൻസി ഉള്ളൂ. ബട്ട് ഇഫ് യു ആർ എ മെക്കാനിക്കൽ എഞ്ചിനീയർ ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ഗേറ്റ്, നിങ്ങൾ വേറെ പ്രിപ്പറേഷൻ ആവശ്യമില്ല. ഗിവ് ഇറ്റ് എ ട്രൈ, അപ്ലൈ. And today we have Dr. K. Rangana sir with us. Sir will be also with us to help to go through the notification. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഇവിടെ ഗ്രേഡിലോട്ടേക്കാണ് എഞ്ചിനീയർ പോസ്റ്റിലോട്ടേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്പർ ഓഫ് വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി 45 ഉള്ളൂ. ഇതുവരെ നമ്മൾ കണ്ട ലാസ്റ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ 100 എബോവ് ആയിരുന്നു. ഈവൻ ISR 300 ആയിരുന്നു. ഓക്കെ, അപ്പം ഈ പ്രാവശ്യം ഈ നവരത്ന കമ്പനി 45 ആണ് വേക്കൻസി വന്നിരിക്കുന്നത്. ദാറ്റ് ഇൻ ദാറ്റ് മെക്കാനിക്കൽ ഇസ് ജസ്റ്റ് 2 വേക്കൻസികൾ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടെങ്കിലും കയറി അപ്ലൈ ചെയ്യുക. ഇതൊരു എക്സ്പീരിയൻസ് ആണ്, CBT ടെസ്റ്റ് ആണ്, എക്സ്പീരിയൻസ് ആണ്. പിന്നെ ട്രിപ്പിളി ആണെങ്കിൽ 3 വേക്കൻസിയാണ്. ഇൻസ്ട്രുമെന്റേഷൻ 3 വേക്കൻസി, കെമിക്കൽ എഞ്ചിനീയറിംഗ് 11 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗ് 5 വേക്കൻസി, എൻവയോൺമെന്റൽ സയൻസ് 1 വേക്കൻസി, പിന്നെ PI പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 1 വേക്കൻസി, പിന്നെ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കെമിക്കലുകാർക്കും പിന്നെ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗുകാർക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതിന് ടോട്ടൽ 19 പോസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും ടോട്ടൽ വന്നിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ ആളുകൾക്കും ഈ ഒരൊറ്റ ഇതിലോട്ട് അപ്ലൈ ചെയ്ത് എഴുതാം. അതിൽ 19 പോസ്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിലേക്കും അപ്ലൈ ചെയ്യാം, കാരണം അവിടെയും മെക്കാനിക്കലുകാർക്ക് എഴുതാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഡേറ്റ് 31 മെയ് ആയിരുന്നു, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 16 ജൂൺ. ഇനി ആകെ 10 ദിവസം കൂടെ ഉള്ളൂ. സോ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതില് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 27 ഇയേഴ്സ് ആസ് ഓൺ 1/2/2025. ഫെബ്രുവരി 1 2025 നിങ്ങൾക്ക് 27 വയസ്സ് കഴിയാൻ പാടില്ല. അതിന്റെ അന്ന് 27 മുൻ ആവണം അല്ലെ. അന്ന് മാക്സിമം 27 ആവുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ മുന്നേ 27 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആസ് യു ഓൾവേസ് നോ, നിങ്ങൾ BTech എല്ലാവർക്കും അപ്ലൈ ചെയ്യാം വിത്ത് മിനിമം എ മാർക്ക് ഓഫ് 60%. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്, ഇപ്പൊ ഫൈനൽ ഇയർ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അഡ്വർടൈസ്മെന്റ് നമ്പർ ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, മൊത്തം ഈ നോട്ടിഫിക്കേഷൻ ഇരുന്ന് സാറാണ് ഇത് കംപ്ലീറ്റ്ലി. സാർ ഒരു പാനലുണ്ട്, സാറൊറ്റയ്ക്കല്ല, ഒരു വലിയ പാനലുണ്ട് ഇവിടെ. ഇവരിത് മൊത്തം ഇരുന്ന് വായിച്ച് അതിനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വായിക്കത്തക്ക രീതിയിൽ മാറ്റുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ നമ്മളെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ഞങ്ങൾ പിൻ ചെയ്യുന്നുണ്ടാവും. സോ അത് ഞങ്ങൾ കമന്റ് ബോക്സ് കൊടുക്കാം. നിങ്ങൾ എന്തായാലും അതിലോട്ട് ജോയിൻ ചെയ്യുക. അതിൽ അഡ്മിൻസിന് DM ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഇതുമായി പഠിക്കാനായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. നെക്സ്റ്റ് തിങ്, ആപ്ലിക്കേഷൻ ഫീ എത്രയാണ്? 1000 rupees plus GST, that is 1180. For general, OBC and EVS, economically weaker section, also same amount ആണ്. Selection process, CBT followed by an interview, that is 80% for written exam and 20% for your interview performance. അതിൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ വരുന്നതാണ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് 50 ക്വസ്റ്റ്യൻ 90 മിനിറ്റ്. ഇനി സെന്റേഴ്സിന്റെ കേസിൽ വരികയാണ്, നമുക്ക് ഈ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് ഗോ ആൻഡ് റൈറ്റ് ടു, നിങ്ങൾ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഐദർ ഫ്രം ഭോപ്പാൽ, ഡൽഹി, ലക്നൗ, ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ, ഗുവാഹട്ടി, കൊൽക്കത്ത, മുംബൈ, നാഗ്പൂർ. ആക്ച്വലി നമുക്ക് ഏറ്റവും അടുത്ത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരും ചെന്നൈയാണ്. ഹൈദരാബാദ് സൗത്തിൽ ഇതാണുള്ളത്. സോ നമുക്ക് ട്രിവാൻഡ്രത്ത് കേരളത്തിൽ ഇല്ല, ബട്ട് സ്റ്റിൽ ഗിവ് ഇറ്റ് എ ട്രൈ, പോയി എഴുതുക. കാരണം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. യു ആർ ഫൈൻഡിങ് യുവർ കരിയർ അല്ലെ. നിങ്ങൾ ഇതൊക്കെ എഴുതണം. അതിൽ നിന്ന് നിങ്ങൾ നോക്കിയ 5-6 PSUസിൽ നവരത്നാസിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല PSUസിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു കുഡ് പിക്ക് ഫ്രം ഇറ്റ്. അതിൽ ഏറ്റവും നല്ല വർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയുള്ള നിങ്ങളെ കോറിലുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.
സോ നിങ്ങൾ എല്ലാം പോയി എഴുതുക. ഇവിടെ നിങ്ങൾ കാശ് നോക്കരുത്. ഒരു 2 പോസ്റ്റിന് വേണ്ടി ഞാൻ ഈ 1150 കൊടുക്കണോ? നിങ്ങളെ കരിയർ, നിങ്ങളെ ഫ്യൂച്ചർ, നിങ്ങൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി 1 lakh above. അതിൽ 1000 rupees എന്ന് പറഞ്ഞാൽ 1% ആവുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ആൻഡ് ഓൾസോ എപ്പോഴും ഇങ്ങനത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ഷുഡ് ഹാവ് എ മെന്റർ. അതുകൊണ്ടാണ് നിങ്ങളൊരു ഗേറ്റ് കോച്ചിങ് എടുക്കുമ്പോൾ, നിങ്ങളൊരു കോച്ചിങ് സെന്റർ പോയി എടുക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും ഒരു സെന്റർ എന്നാണെങ്കിൽ ഫ്രം ദെയർ യു വിൽ ഗെറ്റ് ദ ഗൈഡൻസ്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മുടെ ഗേറ്റ് എഴുതാൻ വരുന്ന ആരും ഗേറ്റിൽ 5 റാങ്ക് വാങ്ങണം, ഈ വർഷത്തെ 5 റാങ്ക് ഞങ്ങൾക്കാണ്. പക്ഷെ ഞങ്ങൾ 5 റാങ്കുകാരുടെ ഒരു 5 റാങ്കിൽ നഫീസ് പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഇവിടെ എംസിക്മേൽ വന്നത് 5 റാങ്ക് വാങ്ങിക്കാനല്ല, സബ്ജക്ട് പഠിക്കാനാണ്. ഇവിടെ വരുന്ന ഓരോ വിദ്യാർത്ഥികളുടെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റഡി ദ സബ്ജക്ട്. നിങ്ങൾ സബ്ജക്ട് പഠിക്കുക, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ഗേറ്റ് റാങ്ക് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എല്ലാം നിങ്ങളെ ഫോളോ ചെയ്തങ്ങ് വന്നോളൂ. അതൊരു പ്രോസസ്സാണ്. അതിൽ ഗൈഡ് ചെയ്യാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 66 ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. സോ യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ഗൈഡൻസ്. അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കുകയേ വേണ്ട. വി ആർ ഹിയർ വിത്ത് യു. ഓക്കെ, എന്തായാലും ഇവിടെയും ബേസിക് ഞാൻ പറയാൻ പറ്റൂ. ദിസ് ഇസ് വെബ്സൈറ്റ് ആൻഡ് ബേസിക് പേസ് 40,000. ദാറ്റ് ഈസ് അറൌണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇവിടെ ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് 83,000 അറൌണ്ട് കൈ കിട്ടും. ഇത് ബേസിക് പേ. ഇതിന്റെ കൂടെ HRA, DA ആ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അറൌണ്ട് 85,000 നിങ്ങളെ കയ്യിൽ ഇൻ ഹാൻഡ് കിട്ടും. ഇത് നിങ്ങൾ റിട്ടയർ ആകുന്ന സമയത്ത് നിങ്ങളെ ബേസിക് പേ മിനിമം ഈ ഒരു എമൗണ്ടിലേക്കെങ്കിലും എത്തിയിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടില്ലെങ്കിലാണ് ഈ പറഞ്ഞ 1,40,000 പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ഞങ്ങളോട് ചോദിക്കുക. വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു.